നോക്കിക്കോ, മലയാള സിനിമയിൽ ഞാൻ വരും, ഞാൻ നടനാവും, എൻ്റെ സിനിമയിൽ നിങ്ങളെ കൊണ്ട് എത്ര രൂപയെന്ന് ചോദിച്ചു? 25,000. 25 എന്ന് പറഞ്ഞ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ യൂറോപ്പ് ട്രിപ്പിന് പോയി. നമ്മൾ ഈ പാട്ട് 2004 ഇങ്ങനെ പ്രകമ്പനം കൊണ്ട് നിൽക്കുന്ന സമയത്ത് ശരിക്കും ഞാനൊക്കെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് മിമിക്രി ആയിട്ടൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിയാണ്. ഇനി എന്താണ് ഭാവി എന്നുള്ള ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ആ സമയത്ത് ഒരു പ്രണയമൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരികയാണ്. ജാസി ഗിഫ്റ്റിൻ്റെ അണ്ണൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു യൂറോപ്പ് ട്രിപ്പുണ്ട്, വരുന്നോ എന്ന് ചോദിച്ചു. പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു നിൽക്കുന്നവന് എന്ത് സംഭവം, എത്ര രൂപയെന്ന് ചോദിച്ചു? 25,000. 25 എന്ന് പറഞ്ഞ് ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ കൂടെ യൂറോപ്പ് ട്രിപ്പിന് ഒരു റൂമാണ് ഷെയർ ചെയ്തത്. ഒരുപാട് ചിരിക്കാനും ഒരുപാട് മുഹൂർത്തങ്ങളൊക്കെ ഇങ്ങനെ കടന്നുപോയ സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വെറുതെ എനിക്കപ്പോൾ തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ്, നോക്കിക്കോ, മലയാള സിനിമയിൽ ഞാൻ വരും, ഞാൻ നടനാവും, എൻ്റെ സിനിമയിൽ നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സംഭവിച്ചു. ആ പാട്ടും കൂടെ ഇദ്ദേഹം ഒന്ന് പാടണം. ഞാൻ നായകനായ ചിത്രത്തിൽ ഒരു പാട്ട് പാടി, കാക്ക നോട്ടം. ഒരു എന്തായാലും ഇത് മിക്സഡ് ക്യാമ്പസ് ആവുകൊണ്ട് ഞാൻ 4 വരി നേരത്തെ തന്നേക്ക് ഇവിടെ. മഴകാലിലെ മഞ്ഞച്ചരടിൽ പൂത്താനേ നിങ്ങളുടെ കാര്യങ്ങൾ വേണം. മഴവില്ലിൻ കസവുലയം മുകിൽ പുടവ ചുറ്റി കുന്നിമണി കൊടിസണിഞ്ഞ് കിളി വരവാ കുരുന്നില പടർപ്പിനുള്ളിൽ കുളിമൊഴിയൊഴുകി ഏഴകാൽ പൂങ്കവിളി ചിമ്മിയുമെന്നാണം എൻകരളിൽ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ അഴകാലിലെ മഞ്ഞച്ചരടില് പൂത്താലേ മഴവെള്ളിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ വേറെ പാട്ട് പാടാൻ ഉള്ള അവകാശം ഉണ്ടെങ്കിൽ ഞാൻ പാടാൻ റെഡിയാണ് കേട്ടോ. ട്രാക്ക് ഉണ്ടോ എടുക്കുന്നുണ്ടോ? Global education, trusted experience, heart-to-heart transparency. ആരും തലവിലേക്ക് സമ്മതിക്കുന്ന റേറ്റ്. നമ്മുടെ പല സെലിബ്രിറ്റീസും വിദേശത്ത് പഠിക്കാൻ